ഫുഡ് എങ്ങനെയുണ്ട് ജുബിലാനി കോഫി എങ്ങനെയുണ്ടോ നീ കുടിച്ചിട്ട്? ഞാനിതാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. എങ്ങനെയുണ്ട് പോകണ്ടേ? നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെള്ളനാത്തുരത്താണ്. നമ്മൾ ഇഫ്താർ വിരുന്നിന് വേണ്ടി വന്നു. നമ്മൾ പോണ കഫേ ജുബിലാനി എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ഇഫ്താർ സെറ്റ് ചെയ്ത്. ലാലിനെ അറിയാതെ എല്ലാവർക്കും. പിന്നെ പുതിയ രണ്ടുപേരുണ്ട്. ഇതാണ് പാട്ടും ഹംസയുണ്ട്, ഫാത്തിമ ഷാജഹാനുണ്ട്, ഇതുണ്ട്. ഇവർ രണ്ടും പുതിയതാണ്. ഇവരെയൊക്കെ വ്ളോഗ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടംപോലെ എല്ലാ മുഖ്യ വ്ളോഗിലും ഇവരും ഉണ്ട്. നമ്മുടെ മോനിസുണ്ട്, ഉസ്മാനുണ്ട്. ഇവിടെ വന്ന് ജസ്റ്റ് ഫോട്ടോ ഒന്നൊക്കെ എടുക്കാൻ വന്നത്. അതിൽ വെള്ളനാത്തുരത്ത് എന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് ഫോട്ടോ എടുക്കും. ഇവിടെ ഇരിക്കാൻ പറ്റുമായിരിക്കും. ദിവസം വരും തോറും മാറി വരും കേട്ടോ. ഇവിടെ ബീച്ചുണ്ട്. ഇപ്പോൾ ബീച്ച് ഇപ്പം എല്ലാം അടച്ചിട്ടേക്കും. പക്ഷേ മൈനിങ് നടക്കുന്നതുകൊണ്ട് ബീച്ച് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് 4 ഫോട്ടോ എടുത്തിട്ട് നേരെ നമ്മൾ കഫേ ജുബിലാനി പോകും. അവിടെയാണ് നമുക്ക് നോയമ്പുറി. ഇപ്പോൾ ഏകദേശം ഒരു 5-18 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഒരു 6:15 ആകുമ്പം നേരെ കഫേ ജുബിലാനി പോകും. ഗുജറാത്ത് റൈഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുമ്പ് വന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. ഇവിടെ അവിടെ വരെ നടക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം മാറി ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ആയിരുന്നു ബീച്ച് മെയിനായിട്ട്. ഇപ്പം അവിടെ ബ്ലോക്ക് ചെയ്ത് മൈനിങ് നടക്കുന്ന കാരണം കൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് ചെയ്ത്. ഇവിടെ ഫസ്റ്റ് ഇവിടെ ആയിരുന്നു നമ്മൾ വന്നപ്പോൾ മൈനിങ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തു. നண்பனொருவன் வந்த பிறகு விண்ணை தொடலாம் முந்தன் சிறகு வானுக்கும் எல்லை உண்டு நட்புக்கில்லையே துன்பம் வரலாம் இன்பம் வரலாம் நண்பனொருவன் பங்கு பெறலாம் கல்லூரி நட்புக்கில்லை முற்றுப்புள்ளியே ஓ നമ്മൾ വന്നപ്പോൾ അവിടെ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ വരെ നടക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഭയങ്കര റിസ്ക്കാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ നടക്കാൻ. അമ്മമാർ ഇവിടെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ കണ്ടോ ജസ്റ്റ് ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മൈനിങ്ങിൻ്റെ വെള്ളം ഇങ്ങോട്ട് ഒഴുക്കി വിടുന്നതായിരിക്കും. ഭയങ്കരമായ റീൽ കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിലവരൊക്കെ ഇവിടെ വന്നിരുന്ന് നോയമ്പ് പൊറിക്കുന്നുണ്ട് കേട്ടോ. കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് നോയമ്പ് പൊറിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വന്നത്. ഓക്കെ എല്ലായിടും ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വന്നത്. ഇവിടെ വന്ന് ഫാത്തിമ ഓടി കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നോയമ്പ് മുറിക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവിടെ ഇത്ര ആൾക്കാർ ക്രൗഡൊക്കെ ഉണ്ടായതിന് നമ്മളത് മാറ്റി വെച്ചു. പിന്നെ നേരെ കഫേ ജുബിലാനി എന്ന് പറയുന്ന അവിടെ പോയി. അവിടെ പാക്കേജൊക്കെ ഞാൻ പറയാം കേട്ടോ. അടിപൊളി നല്ലൊരു സംഭവമാണെന്ന് തോന്നുന്നു. എന്തായാലും പോയി കഴിച്ചു നോക്കിയിട്ട് ബാക്കി നമുക്ക് പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു മുട്ടി ഇട്ടിട്ടുണ്ട്. അവിടെ കയറിയിട്ടുണ്ട്. എല്ലാവരും കയറി വരുന്നത് അവിടെ നിന്ന് എല്ലാവരും കേട്ടോ. നല്ല രസമാട്ടോ ഈ മുട്ടിയുടെ അങ്ങ് അറ്റം പോയി എടുത്തിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നല്ല രസം. പിന്നെ ഇതിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ അടിപൊളി. നോയമ്പ് മുറിക്കാൻ പോകണം ഗൈസ്. ഇവിടെ ഇപ്പോൾ ഏകദേശം 6-9 ആയിട്ടുണ്ട്. അത് നമ്മൾ നേരെ ഇനി ഒരു 6:15 ആകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് നേരെ നോയമ്പ് മുറിക്കാൻ പോകും. അപ്പോൾ ഇവിടെ കയറുമ്പോൾ സൂക്ഷിക്കാൻ ഉണ്ട്. കുറച്ച് ഡേഞ്ചറസ് ആണ് ഇവിടെ കയറാൻ. നല്ല കുഴപ്പമില്ല, ചാടി കയറാൻ പറ്റും കേട്ടോ. ഇവിടെ അടിപൊളി പോർഷൻ ഉണ്ടായിരുന്നു കേട്ടോ. 2 ബീച്ചുള്ള കേട്ടോ. ഇതിവിടെ ഇത്ര ഇറങ്ങി നിന്നിട്ടുണ്ട്. ഇത് പക്ഷേ ഇച്ചിരി റിസ്ക് പിടിച്ച സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ വലിയ റിസ്ക് ഒന്നും നമ്മൾ ആ പോർഷനിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. കിട്ടില്ല, അവരവിടെ നിന്ന് കയറി വരുന്നുണ്ട്. നല്ല തിരയാണ് വരുന്നത് കേട്ടോ. അടിപൊളി തിര. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബീച്ചുകൾ വലിയ ഡേഞ്ചറസ് ഒന്നും ഇല്ല. മൈനിൽ നടക്കുന്നതുകൊണ്ട് കുറച്ച് ഏരിയ വരെ നമുക്ക് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റും. നമ്മളെന്തായാലും ഇറങ്ങാൻ പോവുകയാണ്. ഇതാ പെട്ടെന്ന് നോക്കിയൊക്കെ ഇറങ്ങണേ. ഇപ്പോൾ ഏകദേശം ഇത്ര 6:20 ആയിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് ഉണ്ട്. 10-15 മിനിറ്റ് 16 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ കണ്ടുപോയി ഇറങ്ങണം കേട്ടോ. 10 മിനിറ്റുള്ളിൽ നമുക്ക് അവിടെ എത്തിയാൽ മതി. അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും പോയി നോയമ്പ് കുറിച്ചിട്ട് അടിപൊളി രസമാട്ടോ. വെള്ളനാത്തുരത്ത് വന്ന് ഒരു വട്ടം വന്ന് നോയമ്പ് കുറിക്കണമെന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സെറ്റ് ചെയ്യാം. ഇവിടെ നോയമ്പ് കുറിച്ചിട്ട് നേരെ ഹോട്ടലിൽ പോയി കഴിയും. ബാറ്ററി ചാർജ് ഇല്ല എൻ്റെ ഫോണിൽ. 14% ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഇഫ്താറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. എല്ലാവരും അതിസാഹസ്യമായിട്ടാണ് ഇറങ്ങി വരുന്നത്. അതൊക്കെ ഇറങ്ങിയാൽ മതി. ഇവിടെ കണ്ടത് അതിൽ വെള്ളനാത്തുരത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വന്നപ്പോൾ ഇല്ലായിരുന്നു. ഇപ്പോൾ ലൈറ്റ് കത്തി കേട്ടോ. നമുക്ക് എന്തായാലും പോകാൻ സമയത്ത് പെട്ടെന്ന് നിന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്.
അവിടെ ഇരിക്കാം, പക്ഷേ ഇരിക്കുന്നതൊക്കെ പൊട്ടിപ്പോയി കേട്ടോ. അടിപൊളി രസമുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വരുന്നെങ്കിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. വെറും 5 മിനിറ്റ് 6 മിനിറ്റേ ഉള്ളൂ നമുക്ക് നോയമ്പ് കുറിക്കാം. അപ്പോൾ എല്ലാവരും കയറിക്കോ. അട്ടിട്ടോ നമ്മളിവിടെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാണ്. എന്ത് നോക്കിയാൽ എല്ലാവരും നോയമ്പുണ്ടോ? നോയമ്പില്ലാത്ത ആരുണ്ട്? കൈ നോക്കി. വണ്ടി ഇരുന്ന് ഈത്തപ്പഴം കഴിക്കേണ്ടി വരും, പക്ഷെ ഈത്തപ്പഴം എടുത്തു. ഇതാണ് ഗൈസ് ഫാത്തിമ വായി നോക്കുന്ന സ്കൂള്. അല്ലേ? അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കഫേ ജുബിലാനി വന്നിട്ടുണ്ട്. കഫേ ജുബിലാനിയുടെ ഉള്ളതാണ് കേട്ടോ. നല്ല രസമുണ്ട്, അടിപൊളി വൈബാണ്. ഓക്കെ, എല്ലാവരും പോയി ഇരുന്ന് കുറിക്കട്ടെ. അപ്പോൾ ഞാൻ കൈ എഴുതിയിട്ട് മുഹബത്ത് കാ സർബത്ത് കേട്ടോ. സമൂസ, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ വെള്ളം, മുഹബത്ത് കാ സർബത്തുണ്ട്. ഇനി ഫുഡ് വരുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയാം. അൺലിമിറ്റഡ് പൊറോട്ടയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പക്ഷേ എല്ലാവരും മുറിച്ച് കഴിഞ്ഞു. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് മുറിച്ചുകൊണ്ടിരിക്കുന്നത് അൽഫാം. പൊറോട്ട അൺലിമിറ്റഡ് പൊറോട്ട കേട്ടോ. പിന്നെ നമുക്ക് ഇത്രയാണ് ഫുഡ്. 199 രൂപയുടെ ഒരു പാട്ടിനാണ്. നല്ല വലിയ ഷവായി കേട്ടോ. ഓക്കെ, അപ്പോൾ എടുത്തിട്ടോ. ഞാൻ എക്സ്ട്രാ ഒരു ബൂസും കൂടെ കൊടുത്തു. എന്നാണോ ഓക്കെ, ബൂസും കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇനി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടി വി ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഫാത്തിമ കഴിക്കും. എന്തോ അഭിപ്രായം പറയണം കേട്ടോ ഇതില്ല. അൽഫാമും പിന്നെ കുബൂസും നമ്മളതെല്ലാം കഴിച്ചിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന് നമ്മൾ പാഴ്സലും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഫുഡായിരുന്നു കേട്ടോ. തണുത്ത വെള്ളവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും കൈ കഴുകിയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുക. ഇതെവിടെ ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് മെസ്സേജ് ചിരിക്കട്ടെ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് കഴിയുന്നില്ല. ഇതാണ് ജുബിലാനിയുടെ സ്പെഷ്യൽ റൂം കേട്ടോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മജ്ലിസ് പോലെ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് കഴിയാൻ കിട്ടും. പാട്ടൊക്കെ ഇടാം. ഇവിടെ ഒരു കൂളറുണ്ട്. ഓക്കെ, കുഴഞ്ഞ എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? പോകണ്ടേ? വയ്യ കേസ് എല്ലാവർക്കും. ഇതവിടെ നില ഉറപ്പിച്ചിരിക്കുക. ഇനി രാവിലെ വന്നത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകട്ടെ. എല്ലാവരും ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. ബിലാലൊക്കെ ഏതാ അടുത്ത വീഡിയോ ആയിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് ജുബിലാനിയിൽ നിന്ന് ഇറങ്ങട്ടെ. ഫോട്ടോ ചെയ്തിട്ടാണ്. ഫുഡൊക്കെ കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. 8 പേരാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ കയറിയിരുന്നത്. ഈ റിക്സ് ഇല്ലാതെ കയറിയിരുന്നത്. നമ്മൾ ഈ അടുത്ത പോണ പെരുങ്കുടിയിലാണ് കേട്ടോ. അവിടെ പോയി ചായ കുടിക്കും. ചായ ആണ് എനിക്ക് വേണ്ടത്. അതെന്താ വേണ്ടത്? കുബൂസാ എനിക്ക് വേണ്ട. പെരുങ്കുരിയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ചായ കുടിക്കാനാണ്. ചായ ഇവർക്ക് ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞത്. ഇവിടെ ഫോട്ടോ എടുപ്പ് ഇവർ തീർന്നില്ല കേട്ടോ ഇതുവരെയായിട്ട്. കുത്തിയിരിക്കാൻ പറയുന്നുണ്ട് അവർ. അപ്പോൾ നമുക്ക് ഇവിടെ കോഫി കുടിച്ചിട്ട് അങ്ങ് നേരെ അങ്ങ് വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. 5 കോഫിയും പറഞ്ഞിട്ടുണ്ട്, ഐസ്ക്രീമും പറഞ്ഞായിരുന്നു. ഇതോ പെരുങ്കുരിയിലോട്ട് കയറി പോവുകയാണ്. കോഫി അടിപൊളി കോഫി കേട്ടോ, ഗോൾഡൻ ടീ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിനി ഒരു കോഫി കൂടെ വരാനുണ്ട്. ഗോൾഡൻ ടീയിൽ നിന്ന് കിട്ടിയ കോഫിയാണ് ബോയ്സ്. എങ്ങനെയുണ്ടോ നീ കുടിച്ചിട്ട്? സൂപ്പറാണ്. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പം നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലും. ജുബിലാനി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മളെ കുറേ റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാതിരിക്കുന്നതല്ല. അപ്പോൾ അതിനകത്ത് റീലും കാര്യങ്ങളും വരും. ആദ്യം എന്തായാലും പറയണം, ജുബിലാനിയുടെ തൊപ്പിക്കാരൻ എങ്ങനെ ഉണ്ടായിരുന്നു? അത് മാത്രമേ കൊള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ബൈ. പാട്ട് പാടുന്നില്ലേ? അകത്ത് പോയിട്ട് പാടിയാൽ മതി.
നമ്മൾ ഫിദയുടെ വീടാണ് കേട്ടോ ഇത്. ഇനി ഫിദയെ നമുക്ക് ഇവിടെ നിന്ന് ഇറക്കി വിടാനുണ്ട്. വിളിയടി ഉമ്മ വിളി. ഇതാ. ടാറ്റ. ആളുണ്ടോ നോക്കി, വീട്ടിൽ നോക്കി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിദയുടെ വീടിന്റെ വണ്ടി കേട്ടോ. ഇതല്ലേടി നിങ്ങളെ വണ്ടി? നിന്റെ സൈക്കിൾ എവിടാ? അടുത്ത് നമ്മുടെ ഫാത്തിമയുടെ വീട് എത്തിയിരിക്കുകയാണ്. ഫാത്തിമ അതുവരെ ഇറങ്ങിക്കും, വണ്ടി വരുന്നത് നോക്കി ഇറങ്ങണേ ഫാത്തിമ. ഇതാണ് ഫാത്തിമയുടെ വീട് കേട്ടോ. ഓക്കെ ഫാത്തിമ, ബൈ ബൈ. നമ്മുടെ ഹസ്നയുടെയും ഫാത്തിമയുടെയും വീട് കേട്ടോ.